السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها دقها وجلها وأولها وآخرها وعلانيتها وسرها. اللهم زينا بزينة الإيمان واجعلنا هداة مهتدين. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. أما بعد. സഹോദരങ്ങളെ, സൂറത്തു മുഹമ്മദിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ അല്ലാഹുവിൽ ഉള്ളിൽ വിശ്വാസമില്ലാത്ത, പുറമേക്ക് മാത്രം ഇസ്ലാം അഭിനയിക്കുന്ന മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞു. فكيف إذا توفتهم الملائكة يضربون وجوههم وأدبارهم. فكيف, അപ്പോൾ എങ്ങനെ ഉണ്ടാകും? إذا توفتهم, അവരെ മരിപ്പിക്കുന്ന സമയം, അവരുടെ റൂഹ് ഏറ്റെടുക്കുന്ന സമയം. അൽ മലായികത്തു, മലക്കുകൾ. എങ്ങനെയാണ് അവരുടെ റൂഹുകൾ മലക്കുകൾ പിടിക്കുന്നത്? യദ്രിബൂന ഉജൂഹഹും വഅദ്ബാറഹും. യദ്രിബൂന, അടിച്ചുകൊണ്ടാണ്. മലക്കുകൾ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഉജൂഹഹും, അവരുടെ മുഖങ്ങളിലും, വഅദ്ബാറഹും, അവരുടെ പിൻഭാഗങ്ങളിലും. ഒരാളുടെ മുഖത്തടിക്കുക എന്നത് അയാളെ അങ്ങേയറ്റം അപമാനിക്കലാണ്. അയാളുടെ ശരീരത്തിലെ ഏറെ മേന്മയുള്ള ഒരു അവയവമാണ് മുഖമെന്നത്. അവിടെ മലക്കുകൾ അടിക്കുമെന്ന് പറഞ്ഞാൽ ആ വേളയിൽ, മരണസമയത്ത് തന്നെ ഒരുവന്റെ അപമാനം അവിടെ തുടങ്ങുകയാണ്. വൽഇയാദു ബില്ലാഹ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്താണ് ഇതിന്റെ കാരണം? അള്ളാഹു പറയുന്നു, ذلك بأنهم اتبعوا ما أسخط الله. കാരണം അവർ ഇത്തബഉ, അവർ പിൻപറ്റി, അവർ പിന്നാലെ പോയി. എന്തിന്റെ പിന്നാലെയാണ് അവർ പോയത്? മാ അസ്ഖത അല്ലാഹ, അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന കാര്യത്തിന്റെ പിന്നാലെയാണ് അവർ പോയത്. അള്ളാഹുവിന് സഖത്തുള്ള, അവന് കോപമുള്ള, അവന് വെറുപ്പുള്ള, അവനൊരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യത്തെയാണ് അവർ പിൻപറ്റിയത്. വകരിഹു, മാത്രമല്ല അവർ വെറുത്തു. അവർക്ക് വെറുപ്പായിരുന്നു റിദ്വാനഹു, അള്ളാഹുവിന്റെ തൃപ്തിയെ. ഫഅഹ്ബത, അതുകൊണ്ട് അള്ളാഹു നിഷ്ഫലമാക്കി കളഞ്ഞു, ഫലശൂന്യമാക്കി കളഞ്ഞു. അഅമാലഹും, അവരുടെ പ്രവർത്തനങ്ങളെ. അവരുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കാരണത്താൽ ഫലശൂന്യമാക്കി കളഞ്ഞു. നോക്കൂ, അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന കാര്യങ്ങളുടെ പിന്നാലെ നാം പോകരുത്. അള്ളാഹുവിന്റെ തൃപ്തി, അതിന്റെ പിന്നാലെയാണ് നാം പോകേണ്ടത്. അവന്റെ റിദ, അത് നേടിയെടുക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ പൊളിഞ്ഞു പോകും. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അം ഹസിബല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ അല്ലൻ യുഖ്രിജല്ലാഹു അദ്ഗാനഹും. അം ഹസിബ, വിചാരിച്ചിരിക്കുകയാണോ? അല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, ആരുടെ ഹൃദയങ്ങളിലാണോ രോഗമുള്ളത് അവർ വിചാരിച്ചിരിക്കുകയാണോ? അല്ലൻ യുഖ്രിജല്ലാഹു, അള്ളാഹു പുറത്തു കൊണ്ടുവരികയില്ല എന്ന്. അദ്ഗാനഹും, അവരുടെ മനസ്സിൽ അവർ ഒളിപ്പിച്ചു വച്ചിട്ടുള്ള ഇസ്ലാമിനോടുള്ള വിദ്വേഷം, വെറുപ്പ്, പക, അത് അള്ളാഹു പുറത്തു കൊണ്ടുവരികയില്ല എന്നാണോ അവർ വിചാരിച്ചിരിക്കുന്നത്? ഹൃദയങ്ങളിൽ രോഗമുള്ളവർ. നോക്കൂ, ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളെ, കപടവിശ്വാസികളെ വിശേഷിപ്പിച്ചത് അവർക്ക് അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട് എന്നാണ്. ഹൃദയങ്ങളിൽ രോഗമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ വലഹും അദാബുൻ അലീമുൻ ബിമാ കാനൂ യക്ദിബൂൻ. ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയങ്ങളിൽ ഒരു രോഗമുണ്ട്. ഫസാദഹുമുല്ലാഹു മറദ, അള്ളാഹു അവരുടെ രോഗം വർദ്ധിപ്പിച്ചു.
വലഹും അദാബുൻ അലീമുൻ അവർക്ക് വേദനാജനകമായ ശിക്ഷയാണുള്ളത് ബിമാ കാനൂ യക്ദിബൂൻ അവർ കളവ് പറഞ്ഞത് കാരണത്താൽ. നോക്കൂ, ഈമാൻ ഉള്ള ഹൃദയം അതാണ് സലീമായ സുരക്ഷിതമായ രോഗങ്ങളില്ലാത്ത ഹൃദയം. എന്നാൽ ഹൃദയത്തിന് ബാധിക്കുന്ന രോഗമാണ് നിഫാഖ്, കാപട്യം എന്ന് പറയുന്നത്. അത് ഹൃദയത്തെ ബാധിക്കുന്ന രോഗമാണ്. ആ രോഗം മൂർച്ഛിച്ച് ഒടുവിൽ ഹൃദയം ചത്തുപോകും, മയ്യിത്തായി പോകും, ഹൃദയം കടുത്തുറച്ചു പോകും. വൽഇയാദു ബില്ലാഹ്. ഹൃദയത്തിന്റെ ആരോഗ്യമാണ് ശരീരത്തിന്റെ ആരോഗ്യം. ഹൃദയം ദുഷിച്ചാൽ ശരീരം ദുഷിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അല്ലാഹു മുനാഫിക്കുകളെ ഹൃദയങ്ങളിൽ രോഗമുള്ളവർ എന്ന് ഈ ആയത്തിൽ വിശേഷിപ്പിക്കുന്നു. ഇമാം ഇബ്നു കസീർ പറയുകയാണ്, അയഅതഖിദുൽ മുനാഫിഖൂൻ, മുനാഫിക്കുകൾ അവർ വിശ്വസിക്കുകയാണോ, അവർ വിചാരിക്കുകയാണോ അന്നല്ലാഹ ലാ യക്ഷിഫു അംറഹും, അവരുടെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് അള്ളാഹു വെളിപ്പെടുത്തുകയില്ല എന്ന്. ലിഇബാദിഹിൽ മുഅ്മിനീൻ, അള്ളാഹുവിന്റെ അടിമകളായ മുഅ്മിനുകൾക്ക് ഈ ആളുകളുടെ യഥാർത്ഥ സ്ഥിതി എന്താണ് എന്ന് അള്ളാഹു വെളിപ്പെടുത്തുകയില്ല എന്നാണോ അവർ വിചാരിക്കുന്നത്? അല്ല യുഖ്രിജല്ലാഹു അദ്ഗാനഹും, അള്ളാഹു പുറത്തു കൊണ്ടുവരികയില്ല എന്ന്. അദ്ഗാനഹും അവരുടെ അദ്ഗാൻ, അദ്ഗാൻ എന്നാൽ ദിഗ്ൻ എന്ന വാക്കിന്റെ ബഹുവചനമാണ്. ഹൃദയത്തിൽ മറച്ചുവെച്ച പക, അതാണ് അതിന്റെ അർത്ഥം. ഇബ്നു കസീർ പറയുന്നത് നോക്കൂ, വൽ അദ്ഗാനു ജംഉ ദിഗ്ൻ വഹുവ മാ ഫി النفوس من الحسد والحقد للإسلام وأهله والقائمين بنصره. അദ്ഗാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയങ്ങളിലുള്ള അസൂയയും പകയും ആണ്. ആരോട്? ഇസ്ലാമിനോടും അതിന്റെ ആളുകളോടും, ഇസ്ലാമിനെ സഹായിക്കാൻ വേണ്ടി ജീവിക്കുന്ന ആളുകളോടെല്ലാമുള്ള അവരുടെ പകയാണത്. മുനാഫിക്കുകൾക്ക് എപ്പോഴും മുസ്ലിമീങ്ങളോടും ഇസ്ലാമിനോടും പകയായിരിക്കും. ഏത് കാലത്തും അങ്ങനെയാണ്. പേരിൽ മാത്രം ഇസ്ലാമുള്ള, എന്നാൽ ഇസ്ലാമിന്റെ വിശ്വാസത്തോടോ തൗഹീദിനോടോ പരലോക വിശ്വാസത്തോടോ ഇസ്ലാമിന്റെ മര്യാദകളോടോ നിയമങ്ങളോടോ ഒന്നും യാതൊരു വിലയും മനസ്സിലില്ലാത്ത, അതിനോടെല്ലാം പുച്ഛമുള്ള, ഇസ്ലാമിനോട് വെറുപ്പുള്ള അങ്ങനെയുള്ള പല കക്ഷികൾ അവരുടെ നാവിലൂടെ പല സന്ദർഭങ്ങളിൽ അത് പുറത്തേക്ക് വരും. പ്രത്യേകിച്ച് ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും മുസ്ലിമീങ്ങളുടെ ചെയ്തിയാലോ മറ്റോ എന്തെങ്കിലും ഇസ്ലാമിന്റെ പേരിന് മങ്ങലേൽപ്പിക്കുന്ന എന്തെങ്കിലും പ്രവർത്തനം സമൂഹത്തിലുണ്ടായാൽ അപ്പോൾ കാണാം ഈ ആളുകൾ തലപൊക്കുന്നത്, അവർ ഇസ്ലാമിനെതിരിൽ സംസാരിക്കുന്നത്. അതെല്ലാം ഈ നിഫാഖിന്റെ കാപട്യത്തിന്റെ അടയാളമാണ്. അള്ളാഹു പറയുകയാണ്, വലൗ നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലഅറൈനാകഹും, ഓ നബിയെ അവരെ നാം താങ്കൾക്ക് കാണിച്ചു തരുമായിരുന്നു. മുനാഫിക്കുകൾ ആരാണെന്ന് നാം നിങ്ങൾക്ക്, നബിയെ നാം താങ്കൾക്ക് കാണിച്ചു തരുമായിരുന്നു. ഫല അറഫ്തഹും, അപ്പോൾ താങ്കൾ അവരെ തിരിച്ചറിയുക തന്നെ ചെയ്യും. ബിസിമാഹും, അവരുടെ അടയാളം കൊണ്ട്. സീമ എന്ന് പറഞ്ഞാൽ അടയാളം. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവർ വിചാരിച്ചിരിക്കുകയാണ് അവരുടെ കാര്യം അള്ളാഹു വെളിപ്പെടുത്തുകയില്ല എന്ന്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെ നിനക്ക് നാം കാണിച്ചു തരുമായിരുന്നു നബിയെ. ഇമാം ഇബ്നു കസീർ പറയുകയാണ്, ബൽ സയുവദ്ദിഹു അംറഹും വയുജല്ലീഹി, അവരുടെ കാര്യം അള്ളാഹു വെളിപ്പെടുത്തും, അത് വ്യക്തമാക്കും, അത് വെളിച്ചത്ത് കൊണ്ടുവരും. ഹത്താ യഫ്ഹമഹും ലൗൽ ബസായിർ, ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് അവരെ തിരിച്ചറിയുമാറ് അള്ളാഹു അവരുടെ കാര്യം വ്യക്തമാക്കും. വഖദ് അൻസലല്ലാഹു തആല ഫീ ദാലിക സൂറത ബറാഅത്ത് സൂറത്ത് അഥവാ സൂറത്തു തൗബ അള്ളാഹു ഈ വിഷയത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഫബയ്യന ഫീഹാ ഫദാഇഹും, അവരുടെ മോശമായ പ്രവൃത്തി അള്ളാഹു അതിലൂടെ വെളിവാക്കി. അള്ളാഹു അവരുടെ കാര്യം വഷളാക്കി, അവരുടെ മറ അള്ളാഹു തുറന്നുകാട്ടി. വമാ യഅ്തമിദൂനഹു മിനൽ അഫ്ആലി ദാല്ലത്തി അലാ നിഫാഖിഹിം, അവർ പ്രവർത്തിക്കുന്ന അവരുടെ കാപട്യം മനസ്സിലാക്കി തരുന്ന പ്രവർത്തികൾ എന്താണെന്ന് അള്ളാഹു ആ സൂറത്തിലൂടെ വ്യക്തമാക്കി. വലിഹാദാ കാനത് തുസമ്മ അൽ ഫാദിഹ, അതുകൊണ്ട് തന്നെ സൂറത്തു തൗബയെ കുറിച്ച് പറയാറുണ്ട് അൽ ഫാദിഹ. ഫദാഹത്ത്, അവരുടെ തനിനിറം തുറന്നു കാട്ടുന്ന സൂറത്ത് എന്ന അർത്ഥത്തിൽ അൽ ഫാദിഹ എന്ന്
സൂറത്തു അത്തൗബയെ കുറിച്ച് പറയാറുണ്ട്. ഫാത്തിഹ എന്നതിൽ ആ താ മാറ്റി ബാദ് അവിടെ കൊടുത്താൽ അൽ ഫാദിഹ എന്ന് വായിക്കാം. അതാണ് സൂറത്തു തൗബയെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളത്. സഹോദരങ്ങളെ, നിങ്ങൾ സൂറത്തു തൗബ പാരായണം ചെയ്യുകയാണെങ്കിൽ, അതിന്റെ അർത്ഥം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നോക്കണം, ഉറ്റാലോചിക്കേണ്ട, നമ്മളേറെ ചിന്തിക്കേണ്ട ഒരു സൂറത്താണ്. ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിഖുകളുടെ സ്വഭാവം വ്യക്തമാക്കിയിരിക്കുന്നു. അത് പഠിച്ചാൽ നമുക്കുള്ള ഗുണം എന്താണ്, പ്രയോജനം എന്താണ്? ആ സ്വഭാവങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് ശ്രമിക്കാം. അതുപോലെ അതുള്ള ആളുകളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. സൂറത്തു തൗബയിൽ അല്ലാഹു അവരെക്കുറിച്ച് ധാരാളം പറഞ്ഞിരിക്കുന്നു. ഒരുപാട് അവരുടെ വൃത്തികെട്ട സ്വഭാവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അവരുടെ ഭീരുത്വം, അവർ ഭീരുക്കളാണ്, ധൈര്യമില്ലാത്തവരാണ്. ലൗ യജിദൂന മൽജഅൻ ഔ മഗാറാത്തിൻ ഔ മുദ്ദഖലൻ ലവല്ലൗ ഇലൈഹി വഹും യജ്മഹൂൻ. അവർ ഒരു അഭയകേന്ദ്രമോ ഒരു തുരങ്കമോ ഗുഹകളോ കണ്ടിരുന്നുവെങ്കിൽ അവിടെ പോയി ഒളിച്ചേനെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുപോലെ അവർ അങ്ങേറ്റം ആർത്തിയുള്ള ആളുകളാണ്. ഇദാ ഉതൂ മിൻഹാ റദൂ വഇല്ലം യുഅതൂ മിൻഹാ ഇദാ ഹും യസ്ഖതൂൻ. കിട്ടിയാൽ അവർക്ക് വല്ലതും സമ്പത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്താൽ അവർക്ക് വലിയ തൃപ്തിയാണ്. എന്നാൽ കിട്ടിയില്ലെങ്കിൽ അവരതാ വെറുപ്പ് പ്രകടിപ്പിക്കുന്നു. ആർത്തി അവരുടെ സ്വഭാവമാണ്. വാഗ്ദത്ത ലംഘനം അവരുടെ സ്വഭാവമാണ്. പടപ്പുകളോടുള്ള വാഗ്ദാനം മാത്രമല്ല, അള്ളാഹുവിനോടുള്ള വാഗ്ദാനവും. മുമ്പ് സത്യം ചെയ്താൽ അത് നിർവഹിക്കണം എന്ന വിഷയം പറയുമ്പോൾ ഒരാഴ്ച നമ്മൾ സൂചിപ്പിച്ചില്ലേ, അവരെന്ത് ചെയ്തു? അവർ അള്ളാഹുവിനോട് സത്യം ചെയ്തു. അള്ളാഹു അവന്റെ ഫദ്ലിൽ നിന്ന്, ഔദാര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് തന്നാൽ ലനസ്സദ്ദഖന്ന വലനകൂനന്ന മിനസ് സാലിഹീൻ, ഞങ്ങൾ സദഖ നൽകും, ഞങ്ങൾ സാലിഹുകളായ ആളുകളായി തീരും. എന്നാൽ ഫലമ്മ ആതാഹും മിൻ ഫദ്ലിഹി ബഖിലൂ ബിഹി വതവല്ലൗ വഹും മുഅ്രിദൂൻ. അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് നൽകിയപ്പോൾ അവർ തിരിഞ്ഞുകളയുകയും പിശുക്കുകയും ചെയ്തു. നോക്കൂ, വാഗ്ദത്ത ലംഘനം, അവരുടെ പിശുക്ക്. അതുപോലെ മുസ്ലിമീങ്ങളെ, ഈമാനുള്ള നല്ല ആളുകളെ അവരെ ചീത്ത പറയുക, അവരെ പരിഹസിക്കുക. അള്ളാഹു ഖുർആനിൽ സൂറത്തു തൗബയിൽ പറഞ്ഞു, അവർ വമിൻഹും മൻ യൽമിസുക ഫി സദഖാത്ത്, സദഖയുടെ കാര്യത്തിൽ നബിയെ താങ്കളെ കുത്തിപ്പറയുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ മുസ്ലിമീങ്ങളെ അവർ പരിഹസിക്കും. അവർ മുസ്ലിമീങ്ങളിൽ ഏതെങ്കിലും പണക്കാരായ സഹാബിമാർ ധാരാളം സമ്പത്ത് ദാനം ചെയ്താൽ അവർ പറയും, അതാ മുറായി, ആളെ കാണിക്കാൻ വേണ്ടി ദാനം ചെയ്ത് നോക്കി എന്ന് പറയും. ഏതെങ്കിലും സാധുവായ മുസ്ലിം തന്നെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ചെറുത് കൊണ്ടുവന്ന് കൊടുത്താൽ അവർ പറയും, ഇയാളുടെ ഇതുകൊണ്ട് അള്ളാഹുവിന്റെ ആവശ്യമുള്ള എന്ന് പറയും. അള്ളാഹു പറയുന്നു, സഖിറല്ലാഹു മിൻഹും, അള്ളാഹു അവരെ പരിഹസിച്ചിരിക്കുന്നു. അത് സൂറത്തു തൗബയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. മുസ്ലിമീങ്ങൾക്ക് ദുരന്തം വരാൻ കാത്തിരിക്കുക, അവർക്ക് നന്മ വല്ലതും കിട്ടിയാൽ അവർക്ക് വലിയ പ്രയാസമാണ്. ദുരന്തം വന്നാൽ അവർ പറയും, അവർ തിരിഞ്ഞുകളയും, ഞങ്ങളാദ്യം ഞങ്ങളെ കാര്യം സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയും. അവർ സന്തോഷിക്കും. അള്ളാഹു പറയുന്നു, പറയൂ നബിയെ, സൂറത്തു തൗബയിൽ, ഖുൽ, പറയൂ നബിയെ, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു ഞങ്ങൾക്ക് വിധിച്ചതല്ലാതെ ഒന്നും ഞങ്ങൾക്ക് സംഭവിക്കുകയില്ല. ഹുവ മൗലാന, അവനാണ് നമ്മുടെ രക്ഷാധികാരി. വഅലല്ലാഹി ഫലിയതവക്കൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ അല്ലാഹുവിലാണ് തവക്കുലാക്കേണ്ടത്, ഭരമേൽപ്പിക്കേണ്ടത്. ഖുൽ ഹൽ തറബ്ബസൂന ബിനാ ഇല്ലാ ഇഹ്ദൽ ഹുസ്നയൈൻ, ഞങ്ങളുടെ കാര്യത്തിൽ രണ്ടിലൊരു നന്മയല്ലാതെ എന്താണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ളത്? ഞങ്ങൾക്ക് നഷ്ടം വന്നാൽ അള്ളാഹുവിൽ പ്രതിഫലം, ഇനി അതല്ല ലാഭം കിട്ടിയാൽ അത് ഈ ദുനിയാവിൽ തന്നെ ഉള്ള നേട്ടമാണ്. രണ്ടാലൊരു ഹുസ്ന, നന്മയല്ലാതെ എന്താണ് നിങ്ങൾക്ക് ഞങ്ങളുടെ കാര്യത്തിൽ പ്രതീക്ഷിക്കാനുള്ളത്? അതുപോലെ ദീനിനെ പരിഹസിക്കുക. സൂറത്തു തൗബയിൽ ആയത്താൻ, വലഇൻ സഅൽതഹും ലയഖൂലുന്ന ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ് അബില്ലാഹി ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. ദീനിനെ, അല്ലാഹുവിന്റെ റസൂലിനെ, സഹാബത്തിനെ, ഖുർആനിനെ, അല്ലാഹുവിന്റെ ആയത്തുകളൊക്കെ പരിഹസിക്കുക അവരുടെ സ്വഭാവമാണ്. ഇങ്ങനെ ധാരാളക്കണക്കിന് അവരുടെ സ്വഭാവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിൽ വിവരിച്ചിരിക്കുന്നു. നമ്മളത് ഉറ്റാലോചിച്ച് പാരായണം ചെയ്യേണ്ട സൂറത്താണ്. ആ സൂറത്തിലൂടെ അള്ളാഹു അവരെ വശമാക്കിയിരിക്കുന്നു.
ഒരു മുനാഫിഖിനും മുസ്ലിമീങ്ങൾക്കിടയിൽ അവന്റെ കാപട്യം മറച്ചു വെക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വെളിവാക്കിയിരിക്കുന്നു. ഇവിടെ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? അതായത് പാപങ്ങൾ ചെയ്താൽ അതിന് ചില അടയാളങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തുക തന്നെ ചെയ്യും. അതിന് അല്ലാഹു ചില അടയാളങ്ങൾ വെക്കും. പാപിയായ ഒരുവന്റെ മുഖത്ത് അതിന്റെ അടയാളം, അവന്റെ വാക്കുകളിൽ, അവന്റെ കണ്ണുകളിൽ, അവന്റെ മുഖത്ത് ആ നിന്ദ്യത അല്ലാഹു രേഖപ്പെടുത്തും. പക്ഷെ അത് എല്ലാവർക്കും കാണാൻ കഴിയുകയില്ല. മറിച്ച് അള്ളാഹുവിനെ നന്നായി സൂക്ഷിക്കുന്ന, അള്ളാഹു ഉൾക്കാഴ്ച നൽകിയിട്ടുള്ള മുഅ്മിനുകൾക്ക് അവരെ തിരിച്ചറിയാൻ സാധിക്കും, വല്ലാതെ അവരുമായി ഇടപെട്ടിട്ടില്ലെങ്കിലും. നോക്കൂ, ആ കാര്യം തന്നെ നമ്മൾ ചിന്തിച്ചാൽ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾ പ്രേരിപ്പിക്കേണ്ടതാണ്. കാരണം ഈ രഹസ്യ ജീവിതത്തിൽ, വൃത്തികെട്ട ജീവിതവുമായി ഒരിക്കലും നല്ല ആളുകളുടെ മുന്നിൽ, അള്ളാഹുവിന്റെ നല്ലവരായ അടിമകളുടെ മുന്നിൽ നമുക്ക് എപ്പോഴും ഞെളിഞ്ഞു നടക്കാൻ സാധ്യമല്ല. അവർക്ക് അത് അള്ളാഹു വെളിവാക്കി കൊടുക്കുമെന്ന്. അള്ളാഹു ഇങ്ങനെയുള്ള ആളുകളെ വഷളാക്കുക തന്നെ ചെയ്യും. നോക്കൂ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം. ഓ മുഅ്മിനുകളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ യജ്അൽ ലക്കും ഫുർഖാന, അള്ളാഹു നിങ്ങൾക്കൊരു ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നിങ്ങൾക്ക് നൽകും. അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയും, തിന്മകൾ പുറത്തു തരികയും ചെയ്യും. അള്ളാഹു വിശാലമായ കാരുണ്യമുള്ളവരാണ്. അതിനാണ് ഫിറാസത്തുൽ മുഅ്മിൻ എന്ന് പറയുക. മുഅ്മിനിന്റെ ഫിറാസ, അവന്റെ ഉൾക്കാഴ്ച എന്ന് പറയുക. അത് മുഅ്മിനിന് ഉണ്ടാവുക തന്നെ ചെയ്യും, അള്ളാഹുവിനെ നന്നായി സൂക്ഷിച്ച് ജീവിക്കുന്നവർ. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ മുന്നിൽ നമ്മൾ വഷളാകും. നമ്മൾ പാപികളാണെങ്കിൽ അവരധിക കാലം ഒരിക്കലും വഞ്ചിച്ച് മുന്നോട്ട് പോകാൻ, അവരുടെ കൂടെ നടക്കാൻ സാധ്യമേ അല്ല. ഹൃദയത്തിലുള്ളത് അത് പുറത്തു ചാടും, അത് തിളച്ച് പുറത്തേക്ക് മറിയും. നോക്കൂ, ഇതാ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, വലൗ നശാഉ ലഅറൈനാകഹും, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നാം അവരെ താങ്കൾക്ക് കാണിച്ചു തരുമായിരുന്നു നബിയെ. ഫല അറഫ്തഹും, അങ്ങനെ താങ്കൾക്ക് അവരെ തിരിച്ചറിയാൻ കഴിയും. ബിസിമാഹും, അവരുടെ അടയാളം കൊണ്ട് തിരിച്ചറിയാൻ കഴിയും. എന്നാൽ ഇബ്നു കസീർ പറയുകയാണ്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ അങ്ങനെ ചെയ്യുമായിരുന്നു. വലാകിൻ ലം യഫഅൽ തആല ദാലിക ഫീ ജമീഇൽ മുനാഫിഖീൻ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ മുഴുവൻ മുനാഫിഖുകളെയും അള്ളാഹു വ്യക്തിപരമായി ഓരോരുത്തരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. സിത്റൻ മിൻഹു അലാ ഖൽഖിഹി, അത് അള്ളാഹുവിന് അവന്റെ ഒരു നടപടിക്രമമാണ്, അവൻ സിത്ർ ചെയ്യുക എന്നത്. അഥവാ അവൻ പാപങ്ങൾ മറച്ചുവെക്കുക, മൂടിവെക്കുക എന്നത്. എല്ലാവർക്കിടയിലും അത് പരസ്യമാകണമെന്നില്ല, എല്ലാവരും അത് അറിയണമെന്നില്ല. അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ആ ഒരു ഇടവേളയിൽ തന്നെ തൗബ ചെയ്യാൻ അള്ളാഹു നമുക്ക് സമയം തരുന്നു. ആരും അറിഞ്ഞിട്ടില്ല, റബ്ബും നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. വേഗം തൗബ ചെയ്യുക. പിന്നീട് ആളുകൾ അറിഞ്ഞാൽ അത് വലിയ പ്രയാസമായേക്കും. സിത്ർ, അള്ളാഹു നമുക്ക് മറ നൽകുക എന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സിത്ർ നമ്മളായി വലിച്ചു കീറാനും പാടില്ല. എന്താണ് അള്ളാഹുവിന്റെ സിത്ർ നമ്മളായി വലിച്ചു കീറുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്ത പാപം റബ്ബിനോട് ഏറ്റുപറയുക എന്നതല്ലാതെ ഒരു പടപ്പിനോട് ഏറ്റുപറയരുത്. പടപ്പുകളോട് അത് പരസ്യമാക്കരുത്. അള്ളാഹു നമ്മളും തമ്മിൽ മാത്രമുള്ള തിന്മകൾ, അള്ളാഹു മാത്രം അറിയുന്ന തിന്മകൾ, അത് അള്ളാഹുവിന്റെ വലിയ കാരുണ്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരാൾ പാപിയാണ്, ദോഷിയാണ്, ധാരാളം തിന്മകൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹു അത് ആ തൗബയുടെ, അവന്റെ കാരുണ്യത്തിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. നിനക്ക് ഒരു സൃഷ്ടിയുടെ മുന്നിൽ പോയി നിന്റെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസരിക്കേണ്ട ഗതികേടില്ല. എന്തൊക്കെ ദൂഷ്യഫലങ്ങളാണ് അതുകൊണ്ടുണ്ടാവുക? പടപ്പുകളുടെ പോയി കുമ്പസരിച്ചാൽ എന്താണ് സംഭവിക്കുക? ഈ തിന്മകൾ അയാൾ അറിയും, അയാളുടെ മുന്നിൽ വഷളാകും. മാത്രമല്ല പലപ്പോഴും അയാൾ അത് ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട്. എന്നാൽ നോക്കൂ, തൗബ എത്ര എളുപ്പമാണ്. നീയും നിന്റെ റബ്ബും തമ്മിൽ മാത്രമുള്ള ഒരു കാര്യം അല്ലെ? നിന്റെ ഹൃദയത്തിൽ പശ്ചാത്താപം നിറയുക, നീ അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുക. നീ നിന്റെ നാവുകൊണ്ട് അള്ളാഹു എനിക്ക് പുറത്തു തരണം,
അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, അള്ളാഹുവിനോട് ഞാനിതാ പാപമോചനം തേടുന്നു, അവനിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക, അള്ളാഹുവെ ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു, നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു എന്ന് പറയുക മാത്രം. നീ നിന്റെ മുഴുവൻ പാപങ്ങളിൽ നിന്നും ഖേദിച്ചു മടങ്ങാൻ ഈ ഒരു വാക്ക് മതിയാകും. അഥവാ അള്ളാഹുവും നീയുമായിട്ടുള്ള ഇടപാടുകൾ ആണെങ്കിൽ, പടപ്പുകളുമായിട്ടുള്ള വല്ല സാമ്പത്തിക ഇടപാടോ മറ്റോ ആണെങ്കിൽ അവർക്കത് നീ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്, അവരോട് മാപ്പ് ചോദിക്കേണ്ടതുണ്ട്, അവർ നിനക്ക് വിട്ടുതരേണ്ടതുണ്ട്, അതിനുവേണ്ടി നീ പരിശ്രമിക്കണം. എന്നാൽ അള്ളാഹുമായി മാത്രമുള്ള തിന്മകൾ, അവനുമായി മാത്രമുള്ള ഇടപാടുകൾ, അതിനിത്രയേ വേണ്ടതുള്ളൂ, മറ്റൊന്നും വേണ്ടതില്ല. വിശാലമായ തൗബയുടെ വാതിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തുറന്നിട്ടിരിക്കുന്നു. എത്ര വലിയ കാരുണ്യമാണത്, എത്ര വലിയ അള്ളാഹുവിന്റെ അനുഗ്രഹമാണത്. നോക്കൂ, അവൻ ഗാഫിറുൽ ദംബാൻ, പാപം പൊറുക്കുന്നവനാണ്. ഖാബിലു തൗബാൻ, തൗബ സ്വീകരിക്കുന്നവനാണ്. അവൻ പൊറുക്കുന്നവനാണ്. അൽ ഗഫൂർ, അൽ ഗഫാർ, അൽ അഫൂ, അവൻ ഏറെ വിട്ടുതരുന്നവനാണ്, അവൻ പൊറുക്കുന്നവനാണ്. അവൻ പൊറുക്കാത്ത പാപം ഒന്നുമില്ല. തൗബ ചെയ്താൽ, നീ ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹു വിട്ടുതരാത്ത ഒരു തിന്മയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, യബ്ന ആദം ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ ثم لقيتني لا تشرك بي شيئا أتيتك بقرابها مغفرة. ആദമിന്റെ പുത്ര, നീ ഭൂമിയോളം തിന്മകൾ ചെയ്യുകയും എന്നിട്ട് എന്നിൽ പങ്കു ചേർക്കാത്തവനായി എന്നെ കണ്ടുമുട്ടുകയും ചെയ്താൽ അതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, ഭൂമിയോളം പാപമോചനവുമായി ഞാൻ നിന്നിലേക്ക് വരുന്നതാണ്. പാപങ്ങളുമായി ചെല്ലാതെ, പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് അള്ളാഹുലേക്ക് ചെന്നവനോ സുബ്ഹാനല്ലാഹ്, അവന്റെ പാപങ്ങളെല്ലാം അള്ളാഹു റബ്ബുൽ ആലമീൻ മായ്ച്ചു കളയുന്നതാണ്. അവിടെ നന്മകൾ അള്ളാഹു രേഖപ്പെടുത്തുന്നതാണ്. അങ്ങനെ അള്ളാഹു പുറത്തു തരും. അതുകൊണ്ട് അതിനാണ് നമ്മൾ തിരക്ക് കൂട്ടേണ്ടത്. അള്ളാഹു മറച്ചുവച്ച തിന്മകൾ ആളുകളോട് പറയരുത്. അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തിന്മ പരസ്യമാക്കിയവന്. എന്നു മാത്രമല്ല, എല്ലാ മുനാഫിഖുകളെയും അള്ളാഹു പേരെടുത്ത് വ്യക്തമാക്കി കൊടുക്കാത്തതിന്റെ പിന്നിൽ വേറെയും ചില ഹിക്മത്തുകളുണ്ട്. അതെന്താണ്? ഇസ്ലാമിലെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ നമ്മൾ ലാഹിർ പരിഗണിക്കുക, പുറമേക്കുള്ളത് പരിഗണിക്കുക, ഉള്ളിലുള്ളത് അള്ളാഹുവിന് വിടുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം അള്ളാഹുവിന്റെ വഹിയില്ലാത്ത ഖലീഫമാർക്ക് അവർക്ക് കൂടിയുള്ള നിയമമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അവർക്കിങ്ങനെ മുനാഫിക്കുകളെ മനസ്സിലാക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് പുറമേക്ക് എന്താണോ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞതുപോലെ, പുറമേക്ക് ഖൈർ കാണിച്ചവനോട് നമ്മൾ ഖൈർ അങ്ങോട്ട് പ്രവർത്തിക്കും, അവന്റെ ഉള്ള് അള്ളാഹുലേക്ക് കൂട്ടിയിരിക്കുന്നു. പുറമേക്ക് നമ്മളോട് ഷർറ് കാണിച്ചവനോട് നമ്മൾ അങ്ങോട്ടും അതിന്റെ ശിക്ഷ നൽകും. അവൻ ഉള്ളിൽ ഖൈറുള്ളവനാണെങ്കിൽ അതിനുള്ള പ്രതിഫലം അള്ളാഹു നൽകും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ. അപ്പൊ ഈ ലാഹിർ പരിഗണിക്കുക, പുറമേക്കുള്ളത് പരിഗണിക്കുക എന്നത്, അതിനും കൂടി അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ മുനാഫിഖുകളുടെ പേരുകൾ എല്ലാവരുടേതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. എന്നാൽ നോക്കൂ, അള്ളാഹു പറയുകയാണ്, പക്ഷേ വല തഅരിഫന്നഹും, നീ അവരെ തിരിച്ചറിയുക തന്നെ ചെയ്യും, ഫീ ലഹ്നിൽ ഖൗൽ, അവരുടെ വാക്കുകൾ, അവർ പ്രയോഗിക്കുന്ന പദത്തിന്റെ അർത്ഥങ്ങളിലൂടെ. ലഹ്ൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാണ് ഇവിടെ ഉദ്ദേശം. ലഹ്നുൽ ഖൗൽ എന്ന് പറഞ്ഞാൽ വാക്കിൽ അടങ്ങിയിട്ടുള്ള അർത്ഥം, അതിൽ നിന്ന് നിനക്കവരെ തിരിച്ചറിയാം. വല്ലാഹു യഅലമു അഅമാലക്കും, അല്ലാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അറിയുന്നു. ഇബ്നു കസീർ പറയുകയാണ്, ഐ ഫീമാ യബ്ദു മിൻ കലാമിഹിം അദ്ദാലി അലാ മഖാസിദിഹിം, അവരുടെ വാക്ക് എങ്ങനത്തെ വാക്കാണ്? അവരുടെ ഉദ്ദേശം വെളിപ്പെടുത്തുന്ന വാക്ക്. അതിലൂടെ യഫ്ഹമു അൽ മുതകല്ലമു മിൻ യഫ്ഹമു അൽ മുതകല്ലമു മിൻ അയ്യ അൽ ഹിസ്ബൈനി ഹുവ ബിമആനി കലാമിഹി വഫഹ്വാഹ്, സംസാരിക്കുന്നവൻ ഏത് കക്ഷിയിലാണ് എന്ന് അവന്റെ സംസാരത്തിന്റെ ഇടയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുൻഗാമികളിൽ ചിലർ പറഞ്ഞത് കാണാം, മാ അസറ അഹദുൻ സരീറതൻ, ഏതൊരാൾ ഒരു രഹസ്യം മറച്ചു വെച്ചിട്ടുണ്ടോ, ഇല്ല അബ്ദാഹല്ലാഹ്, അള്ളാഹു അത് പരസ്യമാക്കാതിരിക്കുകയില്ല, അലാ സഫഹാതി വജ്ഹിഹി വഫലതാതി ലിസാനിഹി, അവന്റെ മുഖത്ത് അതുപോലെ അവന്റെ നാവിനിടയിൽ
സംസാരത്തിൽ അറിയാതെ വരുന്ന ചില പ്രയോഗങ്ങളിലൂടെ ഉള്ളിലുള്ളത് പുറത്തു ചാടും. അതുകൊണ്ടാണ് ചില മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത് അൽ ഖുലൂബു കൽ ഖുദൂർ വ അൽസിനതുഹാ മഗാരിഫുഹാ. അൽ ഖുലൂബു കൽ ഖുദൂർ, ഹൃദയങ്ങൾ എന്നാൽ അത് പാത്രങ്ങൾ പോലെയാണ്. വ അൽസിനതുഹാ മഗാരിഫുഹാ, അതിൽ നിന്ന് കോരിയെടുക്കാനുള്ള അതിനുള്ള സ്പൂണുകളാണെന്ത്? നാവ്. അതുകൊണ്ടാണ് ഹൃദയത്തിലുള്ളത് നാവിലൂടെ പുറത്തു ചാടുക തന്നെ ചെയ്യും. നാവിലൂടെ നമുക്ക് ഒരാളുടെ ഹൃദയം അതിലുള്ളത് എന്താണ് എന്നതിലേക്കുള്ള സൂചന നാവ് കൊണ്ട് ലഭിക്കും. അല്ലേ? പാത്രത്തിലുള്ളത് എന്താണെന്ന് അറിയാൻ അതിലുള്ളത് മുഴുവൻ കുടിച്ചു നോക്കണോ? വേണ്ടല്ലോ, കുറച്ചും നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് മനസ്സിലാകും അതിലുള്ളത് എന്താണ് എന്ന്. എന്നതുപോലെ സഹോദരങ്ങളെ, നാവ് അത് ഹൃദയത്തിലുള്ളത് പ്രതിഫലിപ്പിക്കുന്ന അവയവമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. ഒരാളുടെ ഈമാൻ നേരെയാവുകയില്ല അയാളുടെ ഖൽബ് നേരെയായിട്ടല്ലാതെ, അയാളുടെ ഖൽബ് നേരെയാവുകയില്ല അയാളുടെ നാവ് നേരെയായിട്ടല്ലാതെ. അപ്പൊ നാവ് നേരെയാക്കണം, ഹൃദയം നേരെയാകും. നാവ് ഹൃദയത്തിലുള്ളത് നമുക്ക് കാണിച്ചു തരുന്നു, സൂചിപ്പിക്കുന്നു. നോക്കൂ, ഒരാൾ ഹൃദയം നന്നായ ഒരാൾ, അയാൾക്ക് ഒരിക്കലും അയാളുടെ നാവിലൂടെ അശ്ലീലം വരികയില്ല. വൃത്തികെട്ട വാക്കുകൾ അല്ലെങ്കിൽ വളരെ മോശമായ തെറി, അതൊക്കെ ഒരാൾ അയാളുടെ നാവിലൂടെ പുറത്തേക്ക് വരുന്ന അയാളുടെ ഹൃദയത്തിലുള്ള ഫസാദിന്റെ, അതിലുള്ള ഹുബ്സിന്റെ, അതിലുള്ള വൃത്തികേടിന്റെ സൂചനയാണ്. അല്ലാത്ത അയാളുടെ നാവിലൂടെ പുറത്തേക്ക് വരികയില്ല, അയാൾക്കത് സാധിക്കുകയില്ല, അയാൾക്കത് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. നാവിലൂടെ വൃത്തികെട്ട വാക്കുകൾ വരിക, അശ്ലീലം വരിക, തെറി പുറത്തേക്ക് വരിക, അതൊക്കെ ഹൃദയത്തിന്റെ ഹുബ്സാണ്, ഹൃദയത്തിലുള്ള മാലിന്യമാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ നാവിനെ നമ്മൾ നോക്കിയാൽ കൽബ് എന്താണെന്ന് അറിയാം, ഹൃദയം എന്താണെന്നറിയാൻ നാവിലൂടെ നമുക്ക് അത് അറിയാൻ സാധിക്കും. ഒരു കവി പാടിയിട്ടുള്ളതുപോലെ, ലിസാനുൽ ഫത നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു വമാ ബഖിയ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി വകാഇനുൻ തറാ മിൻ സാകിതിൻ ലക മുഅ്ജിബു സിയാദതുഹു ഔ നഖ്സുഹു ഫി തകല്ലുമി അൽഅവർ അശ്ശന്നി എന്നറിയപ്പെടുന്ന മുൻഗാമികളിൽ ജീവിച്ചിട്ടുള്ള ഒരു കവിയാണ്. ചില കവികളുടെ കൂടെ ഇദ്ദേഹത്തിന്റെ കവിത, ഈ രണ്ട് വരികൾ അത് അദ്ദേഹം പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു ബാക്കിയുള്ളവരൊക്കെ ഇദ്ദേഹം തോൽപ്പിച്ചു കളഞ്ഞു ഈ രണ്ട് വരികളിലൂടെ. എന്താണ് അതിന്റെ അർത്ഥം? ലിസാനുൽ ഫതാ നിസ്ഫുൻ, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ നാവാണ് പകുതി, വനിസ്ഫുൻ ഫുആദുഹു, ബാക്കി അവന്റെ ഹൃദയവുമാണ്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പകുതി അവന്റെ നാവും പകുതി അവന്റെ ഹൃദയവുമാണ്. വമാ ബഖിയ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി, ബാക്കിയുള്ളത് വെറും രക്തവും മാംസവും അല്ലാതെ മറ്റെന്താണ്? വകാഇനുൻ തറാ മിൻ സാകിതിൻ ലക മുഅ്ജിബു, അയാളെ നീ കണ്ടാൽ, അയാളോട് നീ സംസാരിക്കാത്തിടത്തോളം നിനക്ക് അയാളൊരു അജബുണ്ടാക്കും. ഇയാൾ എന്താണ്, ഇയാളുടെ അവസ്ഥ നമുക്കൊന്നറിയില്ല. സിയാദതുഹു ഔ നഖ്സുഹു ഫി തകല്ലുമി, അവനോട് നിനക്കുള്ള മതിപ്പ് കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യുന്നത് സംസാരത്തിനനുസരിച്ച് അല്ലേ? ഒരാളുടെ സംസാരത്തിലൂടെ നമുക്ക് അയാളെ മനസ്സിലാവുക അയാൾ എന്താണ് എന്ന്. അപ്പൊ നോക്കൂ, പകുതി അവന്റെ ഹൃദയവും പകുതി നാവും, അതിലൂടെയാണ് നമുക്ക് ആളുകളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീൻ, അഫ്ദലു ഹാദിഹിൽ ഉമ്മ, അബൂബക്കർ ഒരിക്കൽ തന്റെ നാവിങ്ങനെ പിടിച്ചു. അപ്പോൾ അവിടേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് പറഞ്ഞു, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അബൂബക്കർ പറയുകയാണ്, ഹാദല്ലദീ ഔറദനിൽ മവാരിദ്, എല്ലാ അപകടവും എനിക്ക് വരുത്തി വെച്ചത് ഇതാണ്, എല്ലാ അപകടവും എനിക്ക് വരുത്തി വെച്ചത് ഇതാണ്. സുബ്ഹാനല്ലാഹ്, ആരാണ് പറയുന്നത് ചിന്തിച്ചു നോക്കൂ. എവിടെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? എവിടെയാണ് നമ്മൾ? അവരങ്ങനെയാണ്. അവർ നന്മകളിൽ അങ്ങേയറ്റം മുന്നേറിയവരും തിന്മകളിൽ നിന്ന് അങ്ങേയറ്റം അകന്നു നിന്നവരുമാണ്. അതോടൊപ്പം സ്വന്തത്തെക്കുറിച്ച് ഒരിക്കലും അവർക്കൊരു ഉജുബ് തോന്നുകയില്ല. സ്വന്തം തെറ്റുകൾ, സ്വന്തം ന്യൂനതകൾ എവിടെയാണ് അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയും സ്വന്തം വീഴ്ചകൾ എവിടെയാണ്
എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും അത് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവരായിരിക്കും അവർ ഒരിക്കലും ശീലങ്ങളുടെ അടിമകളല്ല. അവർ ഒരിക്കലും പതിവുകൾക്ക്, അവർ ശീലമാക്കിയ കാര്യങ്ങൾക്ക് അടിമപ്പെട്ടു പോയവരല്ല. നമ്മിൽ പലർക്കും സംഭവിച്ചത് അതാണ്. ഞാൻ അങ്ങനെ ആയിക്കോളും, തിരുത്താൻ കഴിയില്ല, എൻ്റെ ശീലം അങ്ങനെയാണ്, എൻ്റെ സ്വഭാവം അങ്ങനെയാണ്, എൻ്റെ വീട്ടിലെല്ലാവരും അങ്ങനെയാണ്, നമുക്ക് മാറ്റാൻ പറ്റൂല. ഇങ്ങനെ ഒരിക്കലും ഒരു മുസ്ലിം പറയാൻ പാടില്ല. മറിച്ച് നീ എങ്ങനെയായിക്കോട്ടെ നിന്നെ ശുദ്ധീകരിച്ചെടുക്കാൻ ഇത് അള്ളാഹുവിന്റെ കിതാബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ന. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിരുന്നു എന്ന് അള്ളാഹു പറഞ്ഞവർ ഈ കിതാബിന്റെയും സുന്നത്തിന്റെയും പ്രകാശം സ്വീകരിച്ചപ്പോൾ അള്ളാഹു പിന്നെ അവരെ കുറിച്ച് എന്താണ് പറഞ്ഞത്? കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങളാണ് ഏറ്റവും നല്ല സമുദായം, ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഏറ്റവും നല്ല സമുദായം നിങ്ങളാണ്. എന്താണ് സംഭവിച്ചത്? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അള്ളാഹുവിന്റെ കിതാബുകൾ ആയത്ത് ഓതിക്കൊടുത്തു. യത്ലു അലൈഹിം ആയാതിഹി വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. അള്ളാഹുവിന്റെ കിതാബ് ഓതിക്കൊടുക്കുക, അത് പാരായണം ചെയ്യുക, അവരെ കിതാബും സുന്നത്തും പഠിപ്പിക്കുക, എന്നിട്ട് അവരെ ശുദ്ധീകരിച്ചെടുക്കുക. അതാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അവരതാ ഏറ്റവും ഉത്തമരായ തലമുറയായി മാറി. അവരൊരിക്കലും ഞങ്ങളിങ്ങനെയാണ്, ഞാൻ മാറൂല എന്ന് പറഞ്ഞതെന്നവരല്ല, മറിച്ച് അവർ തിരുത്തിയവരാണ്, തിരുത്തിക്കൊണ്ടേയിരുന്നവരാണ്. ഈ ജീവിതം സഹോദരങ്ങളെ നമുക്ക് തിരുത്താനുള്ളതാണ്. പിന്നെ എപ്പോഴാ തിരുത്താൻ? മരിച്ചിട്ടോ? ഈ ജീവിതം നമുക്ക് ഒരു നിമിഷം, തൊട്ടു മുമ്പുള്ള നിമിഷം ചെയ്തു പോയ തെറ്റിൽ നിന്ന് ഖേദിച്ചു മടങ്ങാനുള്ളതാണ്, നന്നാവാനുള്ളതാണ്. ജീവിതമാണ് അതിന്റെ അവസരം. ഇത് ജീവിതം കഴിഞ്ഞു പോയാൽ പിന്നെ അവസരമില്ല. റൂഹ് തൊണ്ടക്കടിയിലെത്തിയാൽ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചാൽ നമുക്ക് അവസരമില്ല. അതുവരെ സഹോദരങ്ങളെ നമുക്ക് അവസരമുണ്ട്, അവസരം നഷ്ടപ്പെട്ടിട്ടില്ല. അൽഹംദുലില്ലാഹ്, ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവസരം നഷ്ടപ്പെട്ടിട്ടില്ല. അള്ളാഹുലേക്ക് മടങ്ങാം, ഖേദിച്ചു മടങ്ങാം, തിരുത്താം, നന്മകൾ ചെയ്യാം, വിട്ടുപോയ നന്മകൾ, ചെയ്തുപോയ തെറ്റുകൾ തിരുത്താം. അതിന് പകരം വെക്കാവുന്ന പ്രവർത്തനങ്ങൾ, നന്മകൾ ചെയ്യാൻ സാധിക്കും. അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അറിയുന്നു. വല്ലാഹു യഅലമു അഅമാലക്കും. നോക്കൂ, എന്നിട്ട് അള്ളാഹു പറയുന്നത് വലനബ്ലുവന്നകും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും, നിങ്ങളിൽ നിന്ന് ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്ന, ധർമ്മസമരം ചെയ്യുന്ന ആളുകൾ ആരാണ് എന്ന് നാം അറിയുവോളം നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വസ്സാബിരീൻ, ക്ഷമാലുക്കളെയും, വനബുലുവ, നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അഖ്ബാറക്കും, നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ വിവരങ്ങൾ. അള്ളാഹു പറയുകയാണ്, നിങ്ങളെ നാം പരീക്ഷിക്കും. ഹത്താ നഅലമ, നാം അറിയുന്നതുവരേക്കും. അറിയുക എന്ന് പറഞ്ഞാൽ അള്ളാഹു മുമ്പേ എല്ലാം അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ അറിയുക എന്ന് പറഞ്ഞാൽ സംഭവിച്ചറിയുക എന്നാണ് അതിന്റെ ഉദ്ദേശം. കാരണം അള്ളാഹുവിന്റെ സാബിഖായ ഇൽമനുസരിച്ചല്ല, മുമ്പേയുള്ള അറിവനുസരിച്ചല്ല നമ്മളെ വിചാരണ ചെയ്യുക, മറിച്ച് നമ്മൾ പ്രവർത്തിച്ചതിനനുസരിച്ചാണ്. അത് അള്ളാഹുവിന്റെ ഇൽമിൽ നേരത്തെ ഉണ്ട്, പക്ഷെ അതിനനുസരിച്ചാണ്. അത് സംഭവിച്ച് അള്ളാഹു കാണുവാൻ, അത് അള്ളാഹുവിന്റെ നേരത്തെ ഉള്ള അറിവിന് ഒരിക്കലും എതിരല്ല, സംഭവിച്ചറിയാൻ എന്നാണ് അതിന്റെ ഉദ്ദേശം. കൂടുതൽ ആ വിഷയം മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ ഖദാഉം അവന്റെ ഖദറുമായി ബന്ധപ്പെട്ട് മുമ്പ് നമ്മൾ അഖീദത്തുൽ വാസിത്തിയ ഒക്കെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖദാ, അവന്റെ ഖദർ, അതെങ്ങനെയാണ് നാം വിശ്വസിക്കേണ്ടത്, എന്താണ് അതിൽ നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്നത്. ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീന, ക്ഷമാലുക്കളെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവരെയും, വനബുലു അഖ്ബാറക്കും, അവരറിയുന്നത് വരെ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. അതുപോലെ നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചറിയും. എങ്ങനെയാണ് അള്ളാഹു പരീക്ഷിക്കുക? ബിൽ അവാമിരി വന്നവാഹി, അള്ളാഹുവിന്റെ കൽപ്പനകളും അവന്റെ വിലക്കുകളും കൊണ്ടാണ് അള്ളാഹു പരീക്ഷിക്കുക. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുമോ, അള്ളാഹുവിന്റെ വിലക്കുകൾ, അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമോ, അതാണ് നമുക്കുള്ള ഇവിടെയുള്ള പരീക്ഷണം. വ്യക്തമാണ് നമ്മുടെ പരീക്ഷണം. അതിലൂടെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പരീക്ഷണങ്ങൾ മുഖേന ആരാണോ അള്ളാഹുവിനെ അനുസരിക്കുന്നത്, ആരാണ് അള്ളാഹുവിനെ അനുസരിക്കാത്തത് എന്നത് വ്യക്തമായി വേർതിരിയും. ഇമാം ഇബ്നു കസീർ പറയുകയാണ്, വലൈസ ഫീ തഖദ്ദുമ ഇൽമില്ലാഹി തആല ബിമാ ഹുവ കായിനുൻ അന്നഹു സയകൂനു
ശക്കുൻ വലാ റൈബ്, എന്തൊക്കെ സംഭവിക്കും എന്നത് അള്ളാഹു നേരത്തെ അറിഞ്ഞിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം നിന്റെ പ്രവർത്തനം നീ ചെയ്തിട്ടല്ല അള്ളാഹു അറിയുക, അതിനു മുമ്പേ അള്ളാഹുവിനറിയാം. ഫൽ മുറാദു ഹത്താ നഅലമ വുഖൂഅഹു, മറിച്ച് ഇതിന്റെ ഉദ്ദേശം ഇത് സംഭവിച്ചറിയുക എന്നതാണ്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇല്ലാ ലിനഅലമ എന്നതിനെ ലിനറ എന്ന് വിശദീകരിച്ചിട്ടുള്ളത്, നാം കാണുവാൻ എന്ന്. നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, നാം കാണുവാൻ. ആരെ? അള്ളാഹുവിന്റെ മാർഗത്തിൽ യഥാവിധി പോരാടുന്നവര്, അതുപോലെ ക്ഷമാലുക്കളെ എല്ലാം അള്ളാഹു അറിയുന്നതുവരെ. വനബുലു അഖ്ബാറക്കും, നിങ്ങളുടെ കാര്യങ്ങൾ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഫുദൈൽ ഇബ്നു ഇയാദ് എന്ന മുൻഗാമികളിൽപ്പെട്ട ആൾ, അദ്ദേഹം ഈ ആയത്ത് പാരായണം ചെയ്താൽ കരയുമായിരുന്നു എന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം. അദ്ദേഹം കരയുമായിരുന്നു. അദ്ദേഹം പറയുമത്രേ, അള്ളാഹുവേ, നീ ഞങ്ങളെ പരീക്ഷിച്ചാൽ എന്താണ് സംഭവിക്കുക? ഞങ്ങളുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് ചാടും, നമ്മൾ വഷളാകും. ചില മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു എനിക്ക് ആഫിയത്ത് നൽകുക, ഞാൻ അതിന് ശുക്ർ ചെയ്ത് ജീവിക്കുക, അതാണ് എന്നെ പരീക്ഷിച്ച് എന്റെ ഉള്ളിലുള്ളത് പുറത്തേക്ക് ചാടുക എന്നതിനേക്കാൾ എനിക്കിഷ്ടം. കാരണം നമ്മിൽ പലരും പരീക്ഷിക്കപ്പെട്ടാൽ നമ്മുടെ ഈമാൻ ശരിയാണോ അല്ലേ എന്നത് പുറത്താവും. നമ്മുടെ പൊറുതികേടും നമ്മുടെ കോപവും അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം വിചാരവുമെല്ലാം ഉള്ളിലുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരും. വലയ്യാദു ബില്ലാഹ്, അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ് വശാഖുർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദാ ലൻ യദുറുല്ലാഹ ശൈആ വസയുഹ്ബിതു അഅമാലഹും. ഇന്നല്ലദീന കഫറു, ആരാണോ കാഫിറുകളായത്, അള്ളാഹുവിനെ, അവന്റെ ദീനിനെ, അവന്റെ റസൂലുകളെ, അവന്റെ കിതാബുകളെല്ലാം നിഷേധിച്ചത്, വസദ്ദു, അതിനോടൊപ്പം തടയുകയും ചെയ്തത്, അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുകയും ചെയ്തത്, വശാഖുർ റസൂല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിർ പ്രവർത്തിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളിയായി തീർന്നത്, മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹുദാ, മിൻ ബഅദി, ശേഷം, മാ തബയ്യന ലഹും, അവർക്ക് വ്യക്തമായതിനു ശേഷം, അൽ ഹുദാ, സന്മാർഗം വ്യക്തമായതിനു ശേഷം ഇതൊക്കെ ചെയ്തത് ആരാണോ? എന്തൊക്കെ ചെയ്തവരാണ്? ദീൻ നിഷേധിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളിയാവുക, സന്മാർഗം വ്യക്തമായതിനു ശേഷം ഇങ്ങനെ ആയിത്തീർന്നവർ, ലൻ യദുറുല്ലാഹ ശൈആ, അള്ളാഹുവിന് അവർ യാതൊരു ഉപദ്രവവും വരുത്തുകയില്ല. മാത്രമോ അള്ളാഹു അവരോട് ചെയ്യുക എന്താണ്? വസയുഹ്ബിതു, അള്ളാഹു നിഷ്ഫലമാക്കി കളയും, ഫലശൂന്യമാക്കി കളയും, അഅമാലഹും, അവരുടെ പ്രവർത്തനങ്ങളെ, കർമ്മങ്ങളെ. സന്മാർഗം വ്യക്തമായതിനു ശേഷം ആരാണോ അള്ളാഹുവിന്റെ ദീനിനെ നിഷേധിച്ചത്, ജനങ്ങളെ റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിരിട്ടത്, അവർ അള്ളാഹുവിനൊരു ദ്രോഹവും വരുത്തുന്നില്ല. അള്ളാഹുവിന്റെ അധികാരത്തിൽ നിന്ന് യാതൊന്നും ഇല്ലാതെയാക്കാൻ അവർക്ക്, കുറച്ചു കളയാൻ അവർക്ക് സാധ്യമല്ല. വസയുഹ്ബിതു അഅമാലഹും, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു ഫലശൂന്യമാക്കി കളയും. വേറെന്തെങ്കിലും നന്മ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുകയില്ല, അഥവാ പരലോകത്ത് അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവുകയില്ല. എന്നു മാത്രമല്ല, ഇസ്ലാമിനെതിരിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ അതും അള്ളാഹു നിഷ്ഫലമാക്കും. കാരണം ഈ ദീനിനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും യഥാർത്ഥത്തിൽ സാധ്യമല്ല. ഇതിനെ അള്ളാഹു വിജയിപ്പിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു അത്വീഉല്ലാഹ വഅത്വീഉർ റസൂല വലാ തുബ്തിലൂ അഅമാലക്കും. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, അള്ളാഹുവിനും അവന്റെ ദീനിലും വിശ്വസിച്ചവരെ, അത്വീഉല്ലാഹ വഅത്വീഉർ റസൂൽ, അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക.
വല തുബ്തിലു നിങ്ങൾ ബാത്തിലാക്കി കളയരുത്, നിഷ്ഫലമാക്കി കളയരുത് അഅ്മാലക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കി കളയാൻ പാടില്ല, ബാത്തിലാക്കി കളയരുത്. നോക്കൂ, ഇവിടെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആൻ അനുസരിക്കുക എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ നബിയുടെ സുന്നത്ത് പിൻപറ്റലാണ്. മാത്രമല്ല വലാ തുബ്തിലു അഅ്മാലക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ബാത്തിലാക്കരുത്. ബാത്തിലാക്കരുത് എന്ന് പറഞ്ഞാൽ എല്ലാവിധത്തിൽ ബാത്തിലാക്കുന്നതും അതിലുൾപ്പെടും. ഒന്ന്, നമ്മൾ റിയാഓടെ അള്ളാഹു അല്ലാത്തവരെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക. അത് കർമ്മങ്ങളെ പൊളിച്ചു കളയുന്ന റിയാ ആണ്. അതുപോലെ സദഖ പോലുള്ള കാര്യങ്ങൾ അള്ളാഹു ഖുർആനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വാങ്ങിയ ആളുകളോട് എടുത്തു പറഞ്ഞുകൊണ്ടും, ചിലപ്പോൾ കൊടുത്തത് ഇഖ്ലാസോടെ ആയിരിക്കും, പക്ഷെ പിന്നെ വാങ്ങിയ ആൾ എടുത്തു പറയും, വാങ്ങിയ ആളോട് അത് എടുത്തു പറയുക, അല്ലെങ്കിൽ അവരതിന്റെ പേരിൽ ഉപദ്രവിക്കുക, അത് സദഖയുടെ ഫലം നശിപ്പിച്ചു കളയും. അതുപോലെ പിന്നെ ആ പ്രവർത്തനങ്ങൾ നശിപ്പിക്കുന്ന രൂപത്തിൽ വലിയ തിന്മകൾ ചെയ്യുക, വൻ പാപങ്ങൾ പല നന്മകളെയും പല ശൂന്യമാക്കി കളയും. ചില സഹാബിമാർ പലിശയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാനെങ്ങാനും ആ കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ അള്ളാഹിന്റെ റസൂലിന്റെ കൂടെ ഞാൻ ഹിജറ ചെയ്ത് ബാത്തിലായി പോകുമെന്ന് സഹാബത്ത് പറഞ്ഞത് കാണാം. അപ്പൊ നോക്കൂ, ചില വൻ പാപങ്ങൾ ചില നന്മകളെ, പല നന്മകളെയും അതിന്റെ നിറം, അതിന്റെ വെളിച്ചം കെടുത്തി കളയും, അതിനെ നശിപ്പിച്ചു കളയും. ശിർക്കും കുഫറുമാകട്ടെ സകല നന്മകളെയും നശിപ്പിച്ചു കളയും. അങ്ങനെ അമലുകൾ ബാത്തിലാക്കുന്ന ഒന്നും നിങ്ങൾ ചെയ്തുകൂടാ, സൂക്ഷിക്കണം. അത് പാഴായി പോകാതിരിക്കാൻ സൂക്ഷിക്കണം. അതുപോലെ നമുക്കറിയാം, മറ്റുള്ളവരെ ദ്രോഹിക്കുക പോലെയുള്ള കാര്യങ്ങൾ, നമ്മുടെ നന്മകൾ അവർക്ക് കൊടുക്കേണ്ടി വരും. അത് തീർന്നു പോയാൽ അവരുടെ തിന്മകൾ നമുക്ക് ചാർത്തപ്പെടും. വൽഇയാദു ബില്ലാഹ്. മറ്റൊരു കാര്യം, അമലുകൾ ചെയ്തു തുടങ്ങിയാൽ നമ്മളത് പൂർത്തിയാക്കണം. ഏത് അമലായിക്കൊള്ളട്ടെ, ആ അമലുകൾ ചെയ്തു തുടങ്ങിയാൽ അത് നടുവിൽ വെച്ച് മുറിച്ചു കളയാൻ പാടില്ല. നിർബന്ധമായ കാര്യങ്ങൾ അങ്ങനെ മുറിച്ചു കളയുക എന്നത് ഹറാമാണ്. നിസ്കാരം, ഒരാൾ നിസ്കരിക്കാൻ ആരംഭിച്ചു, ഫർദായ നിസ്കാരമാണ്, അത് മുറിച്ചു കളയുക, നടുവിൽ നിന്ന് അവസാനിപ്പിക്കുക, ഇടക്ക് വെച്ച് അവസാനിപ്പിക്കുക എന്നത് ഹറാമാണ്. നോമ്പ്, ഫർദായ നോമ്പ് ഒരാൾ എടുക്കുന്നു, പകുതിക്ക് വെച്ച് അയാൾ അത് മുറിച്ചു കളയുന്നു, അത് ഹറാമാണ്, പാടില്ല. അതുപോലെ സുന്നത്തായ കർമ്മങ്ങളിലും നമ്മൾ ആ കർമ്മം ചെയ്യാൻ ആരംഭിച്ചാൽ അത് ഇടക്ക് വെച്ച് അവസാനിപ്പിക്കാതിരിക്കുക. നോമ്പൊഴികെ, നോമ്പിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പ്രത്യേകം ഇളവ് വന്നത് കാണാം. അതായത് സുന്നത്തായ നോമ്പ്, ഒരാൾ സുന്നത്തായ ഒരു നോമ്പെടുത്തു, എന്നിട്ട് അയാൾക്ക് അത് ഇടക്ക് വെച്ച് മുറിക്കണമെന്ന് തോന്നിയാൽ അത് മുറിക്കാൻ അയാൾക്ക് അവകാശമുണ്ട്, അയാളുടെ ഇഷ്ടം പോലെ ചെയ്യാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നോമ്പിന്റെ വിഷയത്തിൽ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. അതേസമയം ബാക്കിയുള്ള അമലുകൾ അങ്ങനെ ചെയ്യരുത്. നിർബന്ധമായ അമലുകളാണെങ്കിൽ അത് ഹറാം എന്ന് തന്നെ പണ്ഡിതന്മാർ വ്യക്തമായി പറഞ്ഞത് കാണാം. സുന്നത്തായ അമലുകളാണെങ്കിലും നമ്മളത് ഇടക്ക് വെച്ച് മുറിക്കാതിരിക്കുക. എന്നാൽ നോമ്പ്, സുന്നത്തായ നോമ്പ്, അത് ഒരാൾക്ക് വേണമെങ്കിൽ അത് മുറിക്കാം എന്ന്, ഇടക്ക് വെച്ച് മുറിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പ്രത്യേകം നമുക്ക് കാണാം. അള്ളാഹു പറയുന്നു, അമലുകൾ നിങ്ങൾ പാഴാക്കി കളയരുത്. സഹോദരങ്ങളെ, അമലുകൾ ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ കുറെ ബുദ്ധിമുട്ടിട്ടുണ്ടാകും, പക്ഷെ അത് തകർത്ത് കളയാൻ വളരെ എളുപ്പമാണ്. ഏതൊരു കാര്യവും അങ്ങനെ തന്നെയാണ്. നശിപ്പിക്കാൻ പ്രയാസമൊന്നുമില്ല, അത് കെട്ടിപ്പടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടത് നശിക്കാതിരിക്കാൻ നമ്മൾ ഏറെ ശ്രദ്ധിക്കണം. അള്ളാഹുവിനോട് സ്വീകരിക്കാൻ പ്രാർത്ഥിക്കുക. ഉജ്ബ്, സ്വന്തത്തെക്കുറിച്ചുള്ള അമിതമായ, സ്വന്തത്തെക്കുറിച്ചുള്ള ആശ്ചര്യം, ഞാനെന്തോ ആയിപ്പോയി എന്ന ചിന്ത ഉപേക്ഷിക്കുക. ജനങ്ങളെ ദ്രോഹിക്കാതിരിക്കുക, വൻ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളെല്ലാം സ്വീകരിക്കുകയും അത് പാഴായി പോകാതിരിക്കാൻ അള്ളാഹു കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു അലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത
അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.